കായിക ഭവൻ സംബന്ധിച്ച് സർക്കാരും കേരള ഒളിമ്പിക് അസോസിയേഷനും തമ്മിലുണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമായി തങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥലം മറ്റ് സ്ഥാപനങ്ങൾക്ക് കൈമാറാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കേരള ഒളിമ്പിക് അസോസിയേഷൻ നിയമ നടപടിക്കും സമരത്തിനും ഒരുങ്ങുകയാണ്. ഞാൻ രാജീവ്, കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ സെക്രട്ടറി ജനറലാണ്. ഇത് വി സുനിൽകുമാർ, കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്. ശ്രീ എസ് എൻ രഘുചന്ദ്രൻ നായർ, കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും എക്സിക്യൂട്ടീവ് ഡയറക്ടറും. പത്മിനി തോമസ്, കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ അസോസിയേറ്റ് വൈസ് പ്രസിഡൻറ്റ്. ശ്രീ നജിബുദ്ദീൻ, കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി. ശ്രീ വിജു വർമ്മ, തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. കേരള ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വാൻഡ്രോസ് ജംഗ്ഷനിലുള്ള കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. 1949 തിരുക്കൊച്ചി ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊള്ളുന്നത്. ആ ഒളിമ്പിക് അസോസിയേഷനാണ് പിന്നീട് കേരള രൂപീകരണത്തോടുകൂടി കേരള ഒളിമ്പിക് അസോസിയേഷൻ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോൾ തിരുക്കൊച്ചി ആയിരിക്കുമ്പോൾ തന്നെ അന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ കേരള തിരുക്കൊച്ചി ഒളിമ്പിക് അസോസിയേഷൻ 39 സെൻറ്റ് സ്ഥലം അനുവദിക്കുകയുണ്ടായി. അതിനുശേഷം കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ ആ സ്ഥലത്ത് 1955 20,000 രൂപ, അന്നത്തെ 20,000 രൂപ സ്വന്തമായി സമാഹരിച്ചുകൊണ്ടും 10,000 രൂപ കേരള ഗവൺമെൻറ് ഗ്രാൻറ്റോടുകൂടി അന്ന് ഒളിമ്പിക് ഭവൻ നിർമ്മിക്കുകയുണ്ടായി. ആ ഒളിമ്പിക് ഭവൻ്റെ ഉദ്ഘാടനം നടത്തിയത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. അതിനുശേഷം 2019 വരെ ഇത് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ ഈ കാലയളവിൽ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ വളർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള കായിക താരങ്ങളെല്ലാം ഈ ഒളിമ്പിക് ഭവനിൽ താമസിച്ചുകൊണ്ട് പരിശീലനം നേടിയിട്ടുള്ള, അന്ന് പരിമിതമായ സൗകര്യമാണ് സ്പോർട്സ് മേഖലയിലുള്ളത്. പ്രത്യേകിച്ച് കായിക താരങ്ങൾക്ക് അന്ന് നിൽക്കുവാൻ, തിരുവനന്തപുരത്ത് വന്നാൽ നിൽക്കുവാനുള്ളൊരു സ്ഥലമെന്ന് പറയുന്നത് ഈ ഒളിമ്പിക് ഭവൻ മാത്രമാണ്. അപ്പോൾ ആ ഒളിമ്പിക് ഭവനിൽ നിന്നുകൊണ്ടാണ് എല്ലാ പരിശീലന പരിപാടികളും അവർ പങ്കെടുത്തിട്ടുള്ളത്. പിന്നീട് അവരൊക്കെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കായിക താരങ്ങളായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമതി പി ടി ഉഷ അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ജനറൽ സെക്രട്ടറി അടക്കം എല്ലാവരും. അപ്പോൾ 2019 കേരളത്തിൻ്റെ അന്നത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ ഇ പി ജയരാജൻ ഞങ്ങളുമായിട്ട് സംസാരിച്ചു. നമുക്കിത് കായിക ഭവൻ എന്നുള്ള നിലയിൽ ഒരു കെട്ടിടം നിർമ്മിക്കാം. ആ കായിക ഭവനിൽ ആദ്യഘട്ടത്തിൽ 4 നിലയും രണ്ടാമത്തെ ഘട്ടത്തിൽ 3 നിലയും നിർമ്മിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ 1 ഫ്ലോറും രണ്ടാമത്തെ ഘട്ടത്തിൽ 1 ഫ്ലോറും, അങ്ങനെ 2 ഫ്ലോറ് കേരള ഒളിമ്പിക് അസോസിയേഷന് അനുവദിക്കാമെന്നും അന്നിവിടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടിയ മീറ്റിംഗിൽ തീരുമാനമായി. അതിൻ്റെ കോപ്പി നിങ്ങൾക്കെല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്ന സ്പോർട്സ് വകുപ്പ് മന്ത്രി ഇപ്പം നിർമ്മാണം ആദ്യത്തെ ഘട്ടം അവസാനിക്കാറായി. അപ്പം പറയുകയാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ ഇപ്പം നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ അതിൽ പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. അരി ആഹാരം കഴിക്കുന്ന ആർക്കും അറിയാം ഈ കെട്ടിടം കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെതാണ്, ഈ സ്ഥലവും എല്ലാം കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെതാണെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രിക്കെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞങ്ങളുടെ കേരളത്തിലെ കായിക സംഘടനകളുടെയും കാര്യം ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിലാണ് ഈ കെട്ടിടത്തിന് സ്ഥാനമുള്ളത്. ഇവിടുത്തെ കായിക
മേഖലയിലുള്ള, ഇവിടെ വളർന്നു വന്നിട്ടുള്ള കായിക മേഖലയിലുള്ള കായിക താരങ്ങളുടെ ഹൃദയത്തിലാണ് ഈ കെട്ടിടത്തിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ സ്ഥലം നേടിയെടുക്കുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള എല്ലാ ഒളിമ്പ്യന്മാരെയും കായിക മേഖലയിലുള്ള എല്ലാ അസോസിയേഷനെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിരുക്കൊച്ചി ഒളിമ്പിക് അസോസിയേഷൻ കോർപ്പറേഷൻ അനുവദിച്ചു കൊടുത്ത സ്ഥലമാണ്. അവിടെ എന്നിട്ട് ഈ കെട്ടിടം കൺസ്ട്രക്ട് ചെയ്തു. ആ കെട്ടിടം കൺസ്ട്രക്ട് ചെയ്തത് അന്നത്തെ തിരുക്കൊച്ചി ഒളിമ്പിക് അസോസിയേഷൻ റാണി പത്മിനിമാരുടെ ഡാൻസ് സംഘടിപ്പിച്ച് പൈസ റേസ് ചെയ്താണ് അസോസിയേഷൻ്റെ ഫണ്ട് കണ്ടെത്തിയത്. ബാക്കി ഗവൺമെൻറ് എന്ന പൈസയാണ്. ഇതവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ കരം കോർപ്പറേഷൻ അടച്ചുകൊണ്ടിരുന്നതും കേരള ഒളിമ്പിക് അസോസിയേഷൻ 2019 വരെയുള്ള കരവും നമ്മൾ അടച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഗവൺമെൻറ് ഇതൊരു പ്രപ്പോസൽ വരുന്നത്. ഇതിനിടയിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ടേക്ക് ഓവർ ചെയ്യാൻ പോയപ്പോഴാണ് നമ്മുടെ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ധാരണ എത്തി ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് ധാരണ എത്തിയിട്ട് ഇതൊരു കായിക ഭവനായി മാറ്റാം എന്ന രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതാണ് എൻ്റെ ഒരു ചരിത്രം. അപ്പോൾ അങ്ങനെ നമ്മളുമായിട്ട് ധാരണ എത്തി അനുസരിച്ച് അന്നത്തെ മന്ത്രി ഒളിമ്പിക് അസോസിയേഷനായിട്ടുള്ള കത്തടപാട് നടത്തുകയും മീറ്റിംഗ് വിളിച്ചു കൂട്ടി അങ്ങനെ ഒരു എഗ്രിമെൻറ്റും ഉണ്ട്. അപ്പോൾ ആ എഗ്രിമെൻ്റാണ് ഇപ്പോൾ വയലേറ്റ് ചെയ്തത്. നമ്മുടെ ഗണേഷ് കുമാർ സാറായിരുന്നു സ്പോർട്സിൻ്റെ മിനിസ്റ്റർ. ആ സമയത്താണ് വളരെയുള്ള ഒരു പ്രപ്പോസലാണിത്. ഒരു 10 നില ബിൽഡിങ് ചെയ്യാമെന്നും ഒപ്പം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷൻ, സ്പോർട്സ് കൗൺസിൽ, ജില്ലാ, സ്റ്റേറ്റ് ഇവർക്കെല്ലാം ഓരോ നില തന്ന് അതിനെ ചെയ്തെടുക്കാനുമായിരുന്നു അന്നത്തെ തീരുമാനം. പക്ഷേ ഈ തീരുമാനം വളരെ മോശമായ ഒരു കാര്യമാണ്. കാര്യം ആ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആ കെട്ടിടത്തിൽ ഇതുപോലെ തന്നെ PT ഉഷ ഉൾപ്പെടെ ഉള്ളവർ താമസിച്ചിരുന്നതാണ്. ഒപ്പം ഒരു ഫെൻസിങ്ങിൻ്റെ സെൻറ്ററും ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ശോചനീയമായ കണ്ണായ സ്ഥലമാണ് ആ സ്ഥലം എന്ന് ആൻഡ്രോസ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് കായിക താരങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുമ്പോഴത്തേക്ക് വരാനും താമസിക്കാനും ട്രെയിനിറങ്ങിയിട്ടായാലും ഒക്കെ പെട്ടെന്ന് വന്ന് ചേരാനായിട്ടുള്ള ഒരു സ്ഥലമാണത്. ഇതറിയാം. നമുക്ക് ഓരോരുത്തരും ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷനായാലും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനായും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സ്ഥലം എന്ന് വെച്ചാൽ ഒളിമ്പിക് അസോസിയേഷൻ പൈസ കോർപ്പറേഷനിൽ അടയ്ക്കുന്ന ആ സ്ഥലം നമുക്ക് വിട്ടുതന്ന് കേരളത്തിലെ കായിക താരങ്ങളെയും ഒളിമ്പിക് അസോസിയേഷനെയും രക്ഷിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.